നമസ്കാരം. സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമായ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവിമാനങ്ങളിലൊന്ന് F-35B ഒരാഴ്ച പിന്നിട്ടിട്ടും തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ്. കിണങ്ങി പരിശ്രമിച്ചിട്ടും ഇതിലെ സാങ്കേതിക തകരാറുകൾ ഇതുവരെയും പരിഹരിക്കാൻ വിദഗ്ധർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും അതിശയകരം. ട്രംപിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ, ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലം, പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ച എന്നീ ഘടകങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ വിമാനം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ തുടരുന്നതിൽ ഒരുപാട് പ്രസക്തി ഏറ്റുന്നുണ്ട്. എന്തായാലും വിമാനം അനക്കാൻ പോലും സാധിക്കാത്തതിനാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് വിമാനവുമായി ബന്ധപ്പെട്ട അധികൃതർ. അദാനി എയർപോർട്ടിലുള്ള F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ 30 അംഗ സംഘം ഉടൻ എത്താൻ പോവുകയാണ്. സംഘത്തിനും തകരാറ് പരിഹരിക്കാനായില്ല എങ്കിൽ യുദ്ധവിമാനം എയർലിഫ്റ്റ് ചെയ്യാനുള്ള പദ്ധതികളാണ് പിന്നീട് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക വിമാനമായിരിക്കും തലസ്ഥാനത്ത് എത്താൻ പോകുന്നത്. വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത വിമാനത്തിൻ്റെ തകരാറ് പരിഹരിക്കുന്നതിൽ സങ്കീർണതകൾ ഏറെയുണ്ട്. അതുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിൻ്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ക്ഹീഡ് മാർട്ടിൻ്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്താൻ പോകുന്നത്. ഇവർ യാത്രയ്ക്കായി കേന്ദ്രാനുമതി തേടിയിട്ടുമുണ്ട്. വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നത് എന്നാണ് വിവരം. കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാറ് പരിഹരിക്കാൻ സാധിച്ചില്ല. യുദ്ധവിമാനം ഇപ്പോഴും വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേ 4ലാണ് തുടരുന്നത്. കഴിഞ്ഞ 15-നാണ് ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത F-35B സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്തെ നിലത്തിലിറക്കിയത്. അദാനി എയർപോർട്ടിന് വൻ തുകയാണ് വാടകയായി ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ വിസമ്മതിച്ച ബ്രിട്ടീഷ് നാവികസേനയുടെ നിലപാടും ഒരുപാട് ചർച്ചയായിരുന്നു. വിമാനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കെട്ടിടമാണ് ഹാങ്ങർ. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നുകൂടിയായ അമേരിക്കൻ നിർമ്മിത F-35B തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ചർച്ചകളിൽ നിറങ്ങിയിരുന്നു. വിമാനത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ബ്രിട്ടീഷ് നാവികസേന ഹാങ്ങറിലേക്ക് മാറ്റാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ. വിമാനം പാർക്ക് ചെയ്യാൻ എയർ ഇന്ത്യ ഹാങ്ങർ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ വിവരങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ബ്രിട്ടന് താല്പര്യമില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി സൈന്യത്തിൻ്റെ ചരക്ക് വിമാനത്തിലായിരിക്കും F-35B വിമാനം കൊണ്ടുപോകാൻ പോകുന്നത്. അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച് പാസെക്സ് എന്ന പേരിൽ സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി എത്തിയ പടക്കപ്പലിൽ നിന്നാണ് വിമാനം നിരീക്ഷണ പറക്കലിനായി പറന്നുയർന്നത്. പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ഇറങ്ങാൻ സാധിച്ചില്ല. ഇന്ധനവും തീരാറായതോടെ പൈലറ്റ് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി തേടുകയായിരുന്നു. US പ്രതിരോധ കമ്പനിയായ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35Bയുടെ പരിഷ്കരിച്ച പതിപ്പായ F-35I അദീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൻ്റെ മുൻനിരയിൽ ഉള്ളത്. F-35യിലേക്ക് ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണ് അദീർ. ഇസ്രായേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ്, US മറൈൻ കോർ എന്നിവരും F-35 ഉപയോഗിക്കുന്നുണ്ട്. വിമാനം കേരളത്തിൽ തുടരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും.